എല്ലാ പ്രിയ കൂട്ടുകാർക്കും കഥാലോകത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒത്തിരി നാളായി കഥകളുമായി വന്നിട്ട് ഇന്ന് ഞാൻ കഥകളുമായിട്ട് വന്നിരിക്കുന്ന എൻ്റെ തന്നെ ഒരു ചെറുകഥാ സമാഹാരമാണ്. 2024 ഡിസംബറിൽ ഇറക്കിയ ഒരു ചെറുകഥാ സമാഹാരമാണ് ഇലഞ്ഞിപ്പൂക്കൾ. ഇത് ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതിൽ കുറച്ചൊരു ഭാഗം വായിക്കാം എന്നിങ്ങനെ തോന്നി. ഇലഞ്ഞിപ്പൂക്കൾ എന്ന കഥയാണ്. അപ്പോൾ അതിനകത്തെ ഒരു ചെറിയ ഒരു കഥ ഒന്ന് വായിക്കാമെന്ന് കരുതി. ഇനിയും കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്, മുത്തശ്ശി കഥകൾ അല്ലാതെ ഒന്ന് രണ്ട് നോവൽ അത് പിന്നെ അതിനെ ഒന്ന് ഇറക്കണം, പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിലെ ഒരു കഥയാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. തൂവൽ പക്ഷി. മകരമാസത്തിലെ മരംകോച്ചും തണുപ്പിലും സരയുവിന് വല്ലാത്ത ചൂട് തന്നെയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. റൂമിൽ മഞ്ഞിരച്ച് കയറുന്നുണ്ട്. ദാസേട്ടൻ 2 കമ്പിളി പുതച്ചുറങ്ങുന്നു. ഹരിമോനും ചുരുണ്ടുകൂടി ദാസേട്ടൻ്റെ കമ്പിളിക്കുള്ളിൽ സ്ഥലം പിടിച്ചു കിടന്നു. എന്തുകൊണ്ടോ സരയുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പുറത്തെവിടെയൊക്കെയോ പാതിരാപ്പുള്ള ചിലയ്ക്കുന്നത് കേൾക്കാം. ദാസേട്ടൻ ഇടയ്ക്കുണർന്നപ്പോൾ തന്നെ കാണാഞ്ഞ് എന്തോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. മറുപടി ഒന്നും പറയാതെ സരയു ആ മുറിയുടെ കോണിലെ ജനാലക്കരികിൽ ഒരു കസേര ശബ്ദമുണ്ടാക്കാതെ കൊണ്ടു ചെന്നിട്ട് അതിലിരുന്നു. ജനാല ഗ്ലാസ് ആയതിനാൽ പുറത്തെ വെളിച്ചം കാണാമായിരുന്നു. ഹൈറേഞ്ചിലെ ഒതുങ്ങിയ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം. ചുറ്റും താമസക്കാരുണ്ട്. ആളുകൾ ഉറങ്ങിയിട്ടില്ല. ചിലർ തീ കായുന്നു, ചിലർ നൃത്തം ചെയ്യുന്നു. ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് താളത്തിൽ നൃത്തം ചെയ്യുന്നുണ്ട്. കാണാൻ എന്തുകൊണ്ടും രസം തന്നെ. എല്ലാവരും സന്തോഷം കൊണ്ട് തിമിർക്കുന്നു. ഇവർക്കെല്ലാവർക്കും ആനന്ദമോ? സരയു അറിയാതെ പറഞ്ഞു പോയി. തനിക്ക് മാത്രം എന്താണ് ഒരു സന്തോഷവുമില്ലാതെ? ദാസേട്ടനൊപ്പം കിടന്നുറങ്ങാതെ, ഹരിക്കുട്ടനെയും ചേർത്ത് പിടിച്ച് കിടക്കാതെ, കൊടും മഞ്ഞിലും ചൂടുപോൽ ഇങ്ങനെ. എന്തുകൊണ്ടോ സരയു ഉള്ളിൽ പൊട്ടിക്കരയുകയായിരുന്നു. ഉള്ളിലെ സങ്കട ഇരമ്പൽ പുറത്തെടുക്കാൻ പറ്റാതെ സരയു ഉരുകുകയായിരുന്നു. ഒരുപക്ഷേ അതിന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഉരുകൽ അല്ലല്ലോ. വേണ്ട, വീണ്ടും ചിന്തകളെ എന്തിന് കാട് കയറാൻ അനുവദിക്കുന്നു? അല്ലെങ്കിലും തൻ്റെ ചിന്തകൾക്ക് എന്ത് പ്രസക്തി? സ്വപ്നങ്ങൾ കണ്ടിരുന്ന കാലം പോലും ഇന്ന് അന്യമായി. ദാസേട്ടൻ കൂടെയുള്ളപ്പോൾ ഒരു നിമിഷം പോലും തന്നെ മൗനമായി കാണുവാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ദാസേട്ടൻ്റെ കരവലയത്തിനുള്ളിൽ സുരക്ഷിതയായി കിടക്കുമ്പോഴും ഉള്ളിലെ നീറ്റൽ ഒരിക്കലും അവൾ പുറത്തെടുത്തിരുന്നില്ല. എന്നാൽ ഇന്നവൾക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞിരുന്നില്ല. കണ്ണുകളടയ്ക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആ കറുത്ത ദിനങ്ങളാണ് ഓടി വരുന്നത്. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അതെ, ഇന്ന് മാർച്ച് 20-ാം തീയതി. ആ മാർച്ച് 20-ാം തീയതി ഇന്നും തൻ്റെ ജീവിതത്തിലെ കരിദിനമായി അവശേഷിക്കുന്നു. ഓർമ്മകളിലേക്ക് സരയു അറിയാതെ ഊഴിയിട്ടു. ഡിഗ്രിക്ക് അവസാന വർഷം പഠിക്കുന്ന സമയം താൻ പോലും അറിഞ്ഞിരുന്നില്ല കോളേജിലെ പേര് കേട്ട ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ള ഒരുവൻ തന്നെ സ്നേഹിക്കുന്നത്. ഒരു തരത്തിലും അവൻ തന്നെ സമാധാനത്തോടെ നടക്കുവാൻ അനുവദിക്കാതെ മാർഗതടസ്സം നടത്തിയിരുന്നു. എത്രയോ തവണ അവനുമായി കയർത്ത് സംസാരിച്ചു. ഒടുവിൽ അവൻ താൻ പോലും അറിയാതെ തന്നെ പിന്തുടർന്നു വന്നു. വീട്ടിലേക്കുള്ള വഴിയുടെ പകുതിയായപ്പോൾ കൂട്ടുകാരികൾ പിരിഞ്ഞു പോയിരുന്നു. കുറച്ച് വിജനമായ പ്രദേശമാണ്. വീടുകൾ ആ ഭാഗത്തൊക്കെ കുറവാണ്. പെട്ടെന്നായിരുന്നു ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ബൈക്ക് അവളുടെ അടുത്തെത്തി. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതെ, അവൻ തന്നെ. തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അവൾ കുതറിയോടി. അവൻ്റെ കയ്യിൽ നിന്നും അവൾ പാഞ്ഞോടുകയായിരുന്നു. ആരുമില്ല. പുറകിൽ അവനും. ബൈക്ക് ഒതുക്കി വെച്ചിട്ട് അവനും പിറകെ ഓടുന്നുണ്ട്. പെട്ടെന്നായിരുന്നു വളവ് തിരിയുന്ന ഭാഗത്തെത്തിയപ്പോൾ എതിരെ ഒരു ലോറി വന്നത്. താൻ പെട്ടെന്ന് തന്നെ കുതറി മാറി. എന്നാൽ അവൻ ചെന്നുപെട്ടത് ആ ലോറിക്കടിയിൽ. ആ കാഴ്ച കണ്ട് അവൾ തലകറങ്ങി വീണുപോയി. ഓർമ്മ വരുമ്പോൾ അവൾ ആശുപത്രിയിൽ. ചുറ്റിലും ബന്ധുക്കൾ. അപ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു ആ പയ്യൻ്റെ ഒരു ദുർവിധി. അവൻ തൽക്ഷണം മരിച്ചുപോയി. വല്ലാത്തൊരു വിധി തന്നെ. അത് കേട്ടതും സരയു വീണ്ടും തളർന്നുപോയി. എന്നാൽ നടന്ന സംഭവങ്ങൾ ഒന്നും തന്നെ അവൾ ആരോടും പറയുവാൻ പോയില്ല. പിന്നെ പരീക്ഷ എഴുതുവാൻ മാത്രം അവൾ കോളേജിൽ പോയിരുന്നു. ആരോടും അവൾ ഒന്നും പറഞ്ഞിരുന്നില്ല.
പക്ഷേ കുട്ടികൾ പരസ്പരം പറയുന്നുണ്ടായിരുന്നു അവനൊരു മനോരോഗിയായിരുന്നുവെന്നും പണ്ടൊരു പെൺകുട്ടി അവനെ സ്നേഹിച്ചിട്ട് ചതിച്ചുവെന്നുമൊക്കെ. അതിൽ നിരാശ പൂണ്ടായിരുന്നു അവൻ്റെ സമനില ഇടയ്ക്കൊക്കെ തെറ്റിയിരുന്നതെന്നും സരയുവിന് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. ആയിടെയായിരുന്നു സരയുവിന് പട്ടാളത്തിൽ ജോലിയുള്ള ദാസിൻ്റെ വിവാഹാലോചന ഒത്തുവന്നത്. അവൾ സമ്മതിച്ചു. ജോലി വേണമെന്നുള്ള ആഗ്രഹം അവൾ മാറ്റിവെച്ചു. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നും എല്ലാ ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടണം, അതായിരുന്നു അവളുടെ ചിന്ത. അതിനായി അവൾ കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണമൊക്കെ മനോഹരമായിരുന്നു. തന്നെയും ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയി. എല്ലാം മറക്കുവാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനായി സദാസമയവും അവൾ പലതരത്തിലുള്ള ജോലികളിൽ മുഴുകുമായിരുന്നു. കമ്പിളി നൂൽ കൊണ്ട് പലതരത്തിലുള്ള സാമഗ്രികളും അവൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ അവൾ തന്നെ തുന്നിക്കൊടുത്ത തൊപ്പിയും തലയിൽ വെച്ചാണ് ദാസേട്ടൻ നടക്കുക. സരയു, സരയു, ദാസേട്ടൻ തന്നെ വീണ്ടും വിളിക്കുന്നു. എല്ലാ ഓർമ്മകൾക്കും വിട പറഞ്ഞ് പതുക്കെ അവളും ആ കമ്പിളിക്കുള്ളിൽ ചുരുണ്ടുകൂടി പുതു സ്വപ്നങ്ങളുമായി. പുറത്തപ്പോഴും മഞ്ഞുകണങ്ങൾ പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. നിലാവിന് നീലനിറം കൂടിയും രാനൃത്തങ്ങൾക്ക് ആവേശം കൂടിയുമിരുന്നു. ഇനിയും പുതിയ കഥകളുമായി അടുത്ത കഥാലോകത്തിലേക്ക് നമ്മൾ കാണാം. അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ശുഭസായാഹ്നം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.